ബൾട്ടി റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഉണ്ണി ശിവലിംഗം. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്യായ പടം, കിടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടിലം പടമാണ് ബൾട്ടി എന്ന് പറഞ്ഞത്. ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു മൂവിയായിരുന്നു ബൾട്ടി എന്ന് പറഞ്ഞത്. പക്ഷേ അതിനേക്കാളൊക്കെ കടത്തി വെട്ടിയൊരു മൂവിയാണ് ബൾട്ടി എന്ന് പറഞ്ഞത്. ഈ കാര്യം പറയാം, ഇത് എല്ലാവർക്കും ഇത് വർക്കാവോ ഇല്ലെന്നുള്ളത് എനിക്കല്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പടം. അത് ആക്ഷന് എന്നുള്ളത് മാത്രമല്ല, ആക്ഷന് കബഡി ഇത് മാത്രമല്ല സിനിമയിൽ. അവിടെയാണ് ഈ സിനിമ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലതാണെന്ന് ഞാൻ നേരത്തെ പറയാനുള്ള കാരണമാണ്. കാരണം ട്രെയിലർ കണ്ട ടൈമിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു കബഡി അങ്ങനെ സ്പോർട്സ് ഡ്രാമ പോലെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കബഡി മൂലം വരുന്ന കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതുണ്ടെന്നുള്ളൂ. പക്ഷെ സിനിമ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ശരിക്കുള്ള ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഷൈനികാമിൻ്റെ ഒപ്പമുള്ള ഒരു 3 ചെക്കന്മാരുണ്ട്. അവർ പിന്നെ ഇതിൽ അക്ഷയ് രാധാകൃഷ്ണൻ വരുന്നുണ്ട്, പിന്നെ പൂർണിമ, അങ്ങനെ 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 വലിയ അത്യാവശ്യം കാസ്റ്റ് ഉണ്ട്. അല്ല, പിന്നെ ഒരു മെയിൻ വില്ലനായിട്ട് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ കിട്ടില്ല, അത്യാവശ്യം വലിയ കാസ്റ്റിങ്ങുമാണ്, നല്ല സ്ക്രീൻ ടൈം ഉണ്ട്. അതേപോലെ തന്നെ BGM അതിനും കിട്ടില്ല. ഇതിൽ നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതിൽ ഷൈനികാമിൻ്റെ പെയറായിട്ടുള്ള ഒരു നടിൻ്റെ കിടിലം പെർഫോമൻസ്. അത് കുറേ ഇല്ല, എന്നാലും കിടിലം പെർഫോമൻസ്. അങ്ങനെ ത്രൂ ഔട്ട് ചെയ്ത പാട്ട് വരെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ചെയ്തു വെച്ചൊരു മൂവിയാണ് ബൾട്ടി എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു സിനിമ കാണുന്ന ടൈമിൽ, അതായത് ഫസ്റ്റ് ഹാഫ് കഴിയുന്ന ടൈമിൽ, ഫസ്റ്റ് ഹാഫിലേ 3-4 അടിയുണ്ട്. ആ അടിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കാണണം, കിടിലം സാധനം. ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഫൈറ്റ്, പിന്നെ മറ്റേ ഒരു യാർഡിൽ പോയിട്ടുള്ളൊരു ഫൈറ്റ്, പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ക്ലൈമാക്സിലുള്ള ഫൈറ്റിന് അത്യാവശ്യം നല്ല ടൈം ഉണ്ട്. അതേപോലെ തന്നെ യാർഡിലുള്ള ഈ ഫൈറ്റ് ഉണ്ടല്ലോ, അത് ഇന്റർവെൽ ഫൈറ്റാണ്. ഇന്റർവെൽ ഫൈറ്റൊക്കെ 10-15 മിനിറ്റോളം പുറഞ്ഞടിയാണ്. പിന്നെ ഫസ്റ്റിൽ വേറൊരു ഫൈറ്റാണ്. അങ്ങനെ മൊത്തത്തിൽ 6-7 ഫൈറ്റ് ഈ സിനിമയിലുണ്ട്. അത് വെറുതെ ഫൈറ്റ് ചെയ്ത് പോകാൻ അത്യാവശ്യം നല്ല രീതി, പക്ഷെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അത് 10 മിനിറ്റ് 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആക്ഷൻ സീക്വൻസുകളുണ്ട്. നമ്മൾ വെറുതെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-15 ആക്ഷൻ എങ്ങനെയെങ്കിലും എത്തിക്കണം. അതുകൊണ്ട് 30 സെക്കൻഡ് ഒരു അടി, ഒരു 10 സെക്കൻഡ് അടി, ഒരു ഉന്തും തള്ളു, അങ്ങനെ 6-7 ഫൈറ്റ് അല്ല. ശരിക്ക് നല്ല രീതിയിലുള്ള ഫൈറ്റ് 6-7 ഫൈറ്റ് ഉണ്ട്. അത് നല്ല അത്യാവശ്യം ഡ്യൂറേഷനും ഉണ്ട്. പിന്നെ ഒരു ലോഡ്ജിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. ആ ലോഡ്ജിൽ നിന്നുള്ളൊരു ഫൈറ്റ് തുടങ്ങിയിട്ട് പിന്നെ നേരെ അങ്ങോട്ട് ക്ലൈമാക്സ് വരെ അടിയാണ്. ഞാൻ ഇങ്ങനെ കാണും അടി. ആ സമയത്ത് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ, ഇത് ഓരോ ക്യാരക്ടേഴ്സിനോട് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷന്, അതായത് കൊടുക്കാൻ കിട്ടുന്നുള്ള വിചാരിക്കാൻ ടൈമിൽ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആക്ഷൻ സീക്വൻസിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലായില്ലേ. പിന്നെ ഇതിൽ റൊമാൻസ് ഉണ്ട്. റൊമാൻസ് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ RDXലൊക്കെ റൊമാൻസ് ഉണ്ട്. RDXൽ പെപ്പൻ്റെ റൊമാൻസ് ഉണ്ട്, ഷൈനികാമിൻ്റെ റൊമാൻസ് ഉണ്ട്, പിന്നെ ഒരു നീരജ് സിംഗിളാണ്. അപ്പോൾ ഈ 2 റൊമാൻസ് ഉണ്ടായിട്ട് നമുക്ക് തീരെ സിനിമനെ അത് എഫക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതേപോലെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ റൊമാൻസും ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ടൈമിൽ വരുന്ന പാട്ട് നല്ല ഒരു വൈറലായ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിയേറ്ററിൽ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞത്, ഈ സിനിമ നല്ല അടിയുണ്ട്, നല്ല രീതിയിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അത് റൈറ്റിങ്ങിൻ്റെ ഒരു പീക്ക് ലെവലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിൻ്റെ ഒരു ഡെപ്ത് വരുന്നത് സെക്കൻഡ് ഹാഫിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിൽ ഈ കബഡി ഫൈറ്റ്, അവിടെ വരുന്ന തല്ലുംപൊടി, അപ്പം അത് കളത്തി ഇവർ തോറ്റേൻ്റെ ദേഷ്യം തീർക്കാൻ ഒരു ടീം വരുന്നത്, അങ്ങനെ സ്റ്റോറി എങ്ങനെ ബിൽഡായി പോവാണ്. സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയും കൂടിയാണ്. നല്ല സ്റ്റോറി. അത് ഞാൻ പറഞ്ഞ ടിപ്പിക്കൽ ഒരു ആക്ഷൻ മൂവിയിൽ കണ്ടുവരുന്നത് കുറേ പ്രതികാരം ചെയ്യാനോടും, കുറേ അങ്ങോട്ട് ഓടും, കുറേ ഇങ്ങോട്ട് ഓടും, അങ്ങനത്തെ ഒരു സംഭവേ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായി? അതാണ്. അതേപോലെ തന്നെ പൂർണിമ കിട്ടിയ സ്ക്രീൻ പ്രസൻസ് ചെയ്യുന്നത്. പൂർണിമക്ക് ഇതിലുള്ളത് സ്ക്രീൻ ടൈം കുറവാണ്. അത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്ന രീതിയിലാണ് സിനിമ സ്റ്റോപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർണിമക്ക് സെക്കൻഡ് പാർട്ടിൽ നല്ല രീതിയിൽ സ്ക്രീൻ ടൈം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സിനിമയിൽ സ്ക്രീൻ ടൈം അത്യാവശ്യം കുറവ് തന്നെയാണ്. പക്ഷേ ഉള്ള ടൈമിൽ പൂർണിമ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ലാത്ത ഒരു കിടിലം പടം തന്നെയാണ് ബൾട്ടി എന്ന് പറഞ്ഞത്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഒരു മൂവി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കാകുമ്പോൾ കൊണ്ടേ പടം, പ്രത്യേകിച്ച് ഇമോഷണൽ സീൻ വരുന്ന സമയത്ത് ആക്ഷൻ്റെ ഇടയിൽ ഇമോഷണൽ സീൻ ചെയ്യണതാണ്. അപ്പോൾ കിടിലം. അത് ചില സമയത്ത് നമ്മൾ കണ്ണിന് വെള്ളം നിറഞ്ഞു പോവും. അത് ഷൈനികാം അങ്ങനെ പെർഫോം ചെയ്യണോണ്ടാ. മനസ്സിലായില്ല? എല്ലാതും ഇങ്ങനെ ഇമോഷണൽ സീൻ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ഇന്ന് കരയാൻ പറയുമ്പോൾ കരയണത് ഓക്കെ, അത് എളുപ്പമാണെന്നല്ല. പക്ഷേ ചെയ്യണ കുറേ നടന്മാരുണ്ട്. പക്ഷേ ആക്ഷൻ ചെയ്തുകൊണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനൊരു റേഞ്ച് വേണം. പിന്നെ ഓബിയസ്ലി ഷൈനികാമാണ് മതത്തിൻ്റെ പേരും പറഞ്ഞ് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ വേറെ നടന്മാരുടെ ഒരു മുസ്ലിം ആയിട്ട് ഹിന്ദു ആയി അങ്ങനെ അതൊക്കെ ഇതിക്ക് ഇനി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഈ സിനിമയ്ക്ക്. അതങ്ങനെ കുറേ പുണ്ടച്ചില്ല. അതായിട്ട് മക്കളെ കാര്യം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് സിനിമ ഒരു കിടിലം പടമാണ്. നിങ്ങൾ ഒരിക്കലും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യരുത് എന്നുള്ളതിന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സെൻടാക്സ് സൈനിങ് ഔട്ട്.